സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമില്ല, നമ്മള് ഇന്ന് വേറൊരു കാറും കൂടെ വാങ്ങിക്കാൻ പോവാണ്. വേറൊരു കാർ എന്ന് പറഞ്ഞിട്ട് ഗൈസ്, പിന്നെ വേറൊരു കാര്യം പറയണ്ട്. നമ്മൾ ഈ കാറ് വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ആലോചിച്ചു. നമ്മുടെ ഇപ്പൊ എന്താ പറയാ, അതൊക്കെ മുമ്പ് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഞാൻ കാര്യം പറയാം. നമ്മള് ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നേരത്തെ ഇവിടെ മേലെ കൊടുക്കാം. ഈ വീഡിയോ, അതായത് നിസാൻ GTR വാങ്ങിക്കണ ഒരു വീഡിയോ, ആ വീഡിയോ ഇട്ടപ്പോ നമ്മുടെ പിന്നെ നമ്മള് 2 സ്പോർട്സ് കാർ ആയി. ഒന്നെൻ്റെ ഡോഡ്ജും, ഞാൻ എവിടെയെങ്കിലും നിർത്താം, ഒന്നെൻ്റെ ഡോഡ്ജും പിന്നെ നിസാൻ GTR. അപ്പൊ ഞാൻ വിചാരിച്ചു ആ വണ്ടി എന്തായാലും കൊടുക്കാം. ആ വണ്ടി ഇനി എന്തായാലും എനിക്ക് വേണ്ട. 2 സ്പോർട്സ് കാർ എന്തിനാ? അപ്പൊ ഞാൻ വിചാരിച്ചു ആ വണ്ടി കൊടുത്തപ്പോ അത്യാവശ്യം പൈസ കിട്ടി നമുക്ക്. ഞാൻ പിന്നെ വിചാരിക്കണേ എന്തിനാ ഈ സാധനം വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ എന്തൊരു റോൾസ് റോയ്സ് വാങ്ങിയിട്ടുണ്ട്. റോൾസ് റോയ്സ്, എന്റെ മോനെ, കേൾക്കുമ്പോ തന്നെ ഒരു ലക്ഷറി ഫീലില്ല. അപ്പൊ ഗൈസ്, നമ്മൾ എന്തായാലും വാങ്ങിക്കാൻ പോവാണ്. ഇത് ആളുടെയിലും നല്ല കിടക്കുന്നത്. ഇത് നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ ആണ് വണ്ടി. സെക്കൻഡ് ഹാൻഡ് ആണ്, മറ്റേ പുത്തനൊന്നല്ല, സെക്കൻഡ് ഹാൻഡ് ആണ്. അപ്പൊ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പൊ എന്തായാലും നമുക്കൊരു റോൾസ് റോയ്സ് അങ്ങനെ അങ്ങോട്ട് വാങ്ങിക്കാം, പിന്നെ അല്ല. അപ്പൊ ഗൈസ്, നമുക്ക് എന്തായാലും റോൾസ് റോയ്സ് നമ്മുടെ കൂട്ടുകാരനെ എന്തായാലും നമുക്ക് വിളിച്ചു നോക്കാം. എന്നിട്ട് വിളിച്ചു നോക്കിട്ട് ഞാൻ പിന്നെ പറയാം ഗൈസ്. അപ്പൊ നമ്മൾ വിളിച്ചു നോക്കിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മുടെ കൂട്ടുകാരനെ നമ്മൾ വിളിച്ചു വെച്ചിട്ട് അപ്പൊ അവൻ പറഞ്ഞ് നീ ഇപ്പൊ പൈസയും കൊണ്ട് മറ്റേ ആംബുലൻസിന്റെ അങ്ങോട്ട് വാ. എന്താ പറയാ, ആംബുലൻസ് എന്ന് വെച്ചാ ഡ്രിഫ്റ്റ് ഞാനൊരു സ്ഥലം പറയാ, അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് നീ ഇപ്പൊ പൈസ ചാവി വാങ്ങിച്ചിട്ട് പോകോ. വണ്ടി ഞാൻ അവൻ്റെ ഒരു സെക്കൻഡ് ചാവി ഉണ്ട്. വണ്ടി അവൻ ആ സെക്കൻഡ് ചാവി എടുത്തിട്ട് നാളെ കാലത്ത് സിറ്റോണ്ട് അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം ഇപ്പൊ വണ്ടി അത് ഗ്യാരേജിലാണ്. അല്ലാതെ നിനക്ക് ഇപ്പൊ പൈസ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഇപ്പൊ ഞാൻ പൈസ തരാം. നാളെ അപ്പൊ നമുക്ക് വണ്ടി പോയിട്ടാം, അവൻ സിറ്റോണ്ട് അവിടെ കൊണ്ടിടാം. എന്നിട്ട് എവിടെ കൊണ്ടിടാന്നൊന്നും പറഞ്ഞില്ല. ഇപ്പൊ നമ്മള് പൈസ കൊടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ചാവി വാങ്ങിച്ചിട്ട് വരാം. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും അവന് പൈസയും ചാവിയൊക്കെ കൊടുത്തിട്ട് വരാം ഗൈസ്. അവൻ മറ്റേ ഫ്രണ്ട് ആട്ടാ, എന്താ പറയാ, മറ്റേ ഇന്നലെ നമ്മൾ കെമിക്കൽ വാങ്ങിച്ചില്ലേ, അവന്റെ ലിക്വിഡ്, നമ്മളാ ആനിമൽ, അവൻ ആ ലിക്വിഡ് വാങ്ങിച്ച അവൻ തന്നെയാണ് ആള്. അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ അപ്പൊ നമുക്ക് എന്തായാലും അവനെന്തായാലും നമുക്ക് പോയി മീറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഓക്കെ. നമുക്ക് എന്തായാലും അവന്റെ അടുത്ത് എത്തിയിട്ട് കാണാം. ഓക്കെ ബൈ. അപ്പൊ ഗൈസ്, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അവ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞേ. അവനെ ഇന്നലെ കെമിക്കൽ തന്നവനാണ്. അതെ, ഇവൻ ഇവിടെ കിടക്കണം. ഓക്കെ ബ്രോ, നമുക്ക് വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിടാം. അയ്യോ, വണ്ടി പുതിയ വണ്ടിയുടെ കാര്യം ആലോചിച്ചപ്പോ മറന്നുപോയി. അപ്പൊ ഗൈസ്, നമ്മൾ അവനായിട്ട് ചെറിയ ഡീലിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ സംസാരിച്ചിട്ട് വരാം. ഹായ് ബ്രോ, ഹായ്. അപ്പൊ നമ്മൾ അതൊക്കെ സംസാരിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ തമ്മിലുള്ള ഡീലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചാവിയൊക്കെ വാങ്ങിച്ചു, നമ്മളെല്ലാം ചെയ്തു. അപ്പൊ ഇവനെ അവന്റെ വീട്ടിലൊന്ന് കൊണ്ടാക്കുമെന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് എന്തായാലും വീട്ടിൽ അവന്റെ കൊണ്ടാക്കാം. ഓക്കെ, അവന് കേറിയിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അവന്റെ വീട്ടിൽ കൊണ്ടാക്കാം നമുക്ക് അവനെ. അപ്പൊ എന്തായാലും നമുക്ക് അവന്റെ വീട്ടിൽ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ പോയിട്ട് കാണാം ഗൈസ്. ഓക്കെ ബൈ. അപ്പൊ ഗൈസ്, നമ്മൾ അവരുടെ ഫ്രണ്ടിനെയൊക്കെ നമ്മൾ കൊണ്ടാക്കിയിട്ട് അപ്പൊ ഇനി എന്തായാലും നമ്മളിത് വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. നമ്മുടെ വീട് താറായിട്ട്, നമ്മുടെ വീടും അവന്റെ വീടും അടുത്തടുത്താണ്. പിന്നെ നമ്മുടെ വണ്ടീന്റെ ചാവിയൊക്കെ നമ്മുടെ ഇതിൽ കിട്ടിയിട്ടുണ്ട്. നമ്മള് നല്ല ഹാപ്പിയാണ്. അപ്പൊ നാളെ കാലത്ത് എന്തായാലും വണ്ടി എടുക്കാൻ പോണം. ഐ എം സോ ഹാപ്പി ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം. അയ്യോ വണ്ടി. അപ്പൊ ഗൈസ്, ഇപ്പൊ നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. സമയം ഇപ്പൊ രാത്രി 3:15 ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നിപ്പോ നാളെ കാണാം ഗൈസ്. നാളെ കാലത്ത് കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ഗൈസ്, നാളെ കാലത്ത് കാണാം.
അപ്പൊ ഗൈസ് കാലത്തായിണ്ട് നമ്മളെ എണീറ്റുള്ളത് ഇപ്പന്നെ. അപ്പൊ നമുക്ക് എന്താ പറയാ നല്ലൊരു സ്യൂട്ടൊക്കെ ഇട്ടിട്ട് പോവാം. നമുക്ക് നല്ല പാട ഇങ്ങനത്തെ ഷർട്ടുകളൊന്നുമല്ല, നമുക്ക് അടിപൊളി ഒരു ജാക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഇതൊന്നല്ല നമ്മുടെ മറ്റേ സാധനല്ലേ, മറ്റേ എന്താ പറയാ മറ്റേ ജാക്കറ്റ് ഒക്കെ അങ്ങനത്തെ സാധനം ഇട്ടിട്ട് പോവാം. നമുക്ക് റോൾസ് റോയ്സ് വാങ്ങിക്കാൻ പോലെ ടാങ്ക് ടോപ്സ് ആണ്, ഇതല്ല മറ്റേ സാധനം ഞാൻ ഉദ്ദേശിച്ച മറ്റേ ഔട്ട്ഫിറ്റ് അല്ലല്ല ഗൈസ്, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാഷ്വൽ ജാക്കറ്റ്സ്, ഗ്ലാസസ്, ഇതല്ല ഹുഡീസ്. അപ്പൊ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് പോയി നമുക്ക് എന്താ പറയാ നമ്മുടെ എന്താ പറയാ വണ്ടി നോക്കിയാൽ വണ്ടിക്ക് ഇവിടെ ചില്ലൊക്കെ പൊട്ടിയത്. ഇവിടെ നല്ല മഴയാട്ടോ ഗൈസ്. ഗോവയിലും നാട്ടിലും മഴയാണ്, GTFയിലും മഴയാണ്, ഗോവയിലും മഴയാണ്, എല്ലാവിടെയും മഴ അല്ലേ ഗൈസ്, മഴയോട് മഴ. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ഒരു സ്യൂട്ട് അങ്ങോട്ട് വാങ്ങിച്ചിട്ട് വരാം. നമുക്ക് എന്തായാലും നമ്മുടെ തുണി വാങ്ങിക്കണ കട എവിടെയാണ് ഗൈസ്? ഗൈസ് നമ്മുടെ തുണീന്റെ കടയിൽ കാണാനില്ല. മൈ ഗോഡ് ഗൈസ്, ദാറ്റ് സിക്ക്. എന്തായാലും നമുക്കപ്പോ ഈ ഡ്രസ്സിൽ തന്നെ പോവാം. നമ്മുടെ വണ്ടി അവൻ പറഞ്ഞത് നമ്മുടെ ലോസ് ആഞ്ചൽസ് കസ്റ്റം, അതായത് ഗ്യാരേജ്, ഈ ഗ്യാരേജിന്റെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ തന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ട്, അവിടെ ആ ഗ്യാരേജ് അവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഗൈസ്. നമ്മുടെ പണിയൊക്കെ കഴിച്ച് അവിടെ ഇട്ടുണ്ട് റോൾസ് റോയ്സ്, അവന്റെ സെക്കൻഡ് ഹാൻഡ് റോൾസ് റോയ്സ് അവന്റെ. അപ്പൊ ഗൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഒരു ഡ്രീം കാറാണ്, എൻ്റെ റിയൽ ലൈഫിലെ ഡ്രീം കാറാണ്. അതാണ് ഞാൻ ഇന്ന് സഫലീകരിക്കാൻ പോകുന്നത്. റിയൽ ലൈഫിലല്ല, എന്തായാലും GTFയിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം ഗൈസ്. എല്ലാവരും ഡ്രീം കാറാണ് റോൾസ് റോയ്സ് എന്നൊക്കെ പറയുന്നത്. റോൾസ് റോയ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ലക്ഷറി വേർഡാണ് റോൾസ് റോയ്സ്. നമുക്ക് എന്തായാലും ആ ലോസ് ഏഞ്ചൽസ് കസ്റ്റമിന്റെ അങ്ങോട്ട് എത്തിയിട്ട് കാണാം ഗൈസ്. എൻ്റെ മോനെ, അയ്യോ വഴിതെറ്റി. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും റോൾസ് റോയ്സ് മാത്രമേ ഇരുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ലോസ് ഏഞ്ചൽസ് കസ്റ്റം എത്തിയിട്ട് കാണാം. ഓക്കെ ബൈ. അപ്പൊ ഗൈസ് നമ്മളിത് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി കാണിക്കട്ടെ ഗൈസ്. അപ്പൊ അതിക്ക് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. റോൾസ് റോയ്സ് ആണ് സാധനം, നോക്കിയ നിങ്ങള് പൊട്ടാ മോനെ. പൊള്ളിപ്പം വണ്ടി ഇടാ ഗൈസ്. നമ്മുടെ വണ്ടി അവിടെ ഇട്ടുണ്ട്, നമുക്കത് പിന്നെ വന്ന് കൊണ്ടുവരാം. അപ്പൊ ഇപ്പൊ നമ്മുടെ ഏതാ, നമ്മുടെ ഒരു എന്താ പറയാ ഒരു ലക്ഷറി ഒരു ട്രാവലിംഗ് ടൈപ്പ് വണ്ടിയുമായി നമ്മുടെ മറ്റേ സ്പോർട്സ് വണ്ടിയുമായി. സ്പോർട്സ് വണ്ടി നമ്മുടെ വീട്ടിൽ വന്നോളും, അത് നമുക്ക് കൊണ്ടുവരാം. നമുക്ക് എന്തായാലും ഇതില് ചെറിയൊരു പണി ചെയ്താലോ, നമുക്ക് ഇതിൽ ചെറുതായിട്ടൊരു ചെറിയ പണി ചെയ്യാം നമുക്ക്. ഓക്കെ, അല്ലോയൊക്കെ ഇതൊക്കെ മതിയാ, അവൻ പണി ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ഒരു എന്താന്ന് ചെയ്യിപ്പിക്കണെന്ന് വെച്ചാൽ ഇതിന്റെ കളറൊന്നും മാറ്റാം. നമ്മുടെ രണ്ട് വണ്ടിയുടെ കളറും ഒന്നാവണം, അതാണ് എൻ്റെ ആഗ്രഹം. അതല്ല അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും മോഡിഫൈ ചെയ്യാം നമുക്ക് വണ്ടി. എൻ്റെ മോനെ എന്താ റീസ്പ്രേ പ്രൈമറി കളറിൽ പോയിട്ട് കാർബൺ ബ്ലാക്ക് ഒന്നല്ല മോനെ, റെഡിലെ വൈൻ റെഡ്. നമ്മുടെ ആ വണ്ടിയുടെ കളർ ഇതാണ്, പക്ഷെ ആ വണ്ടിയുടെ കളർ നമ്മൾ എന്തായാലും ഇതെടുത്തില്ല. അതെ, വൈൻ റെഡ്. ഈ കളറ് മോനുസേ പൊള്ളിപ്പം വണ്ടി കളറാണിത്. പിന്നെ സെക്കൻഡറി കളർ നമുക്ക് ഇത് തന്നെയല്ലേ നല്ലത്, വൈൻ റെഡ് അല്ലേ? വൈൻ റെഡ് തന്നെയല്ലേ, രണ്ടും ഒരുമിച്ച്. കളറ് ഒക്കെ എല്ലാം സെറ്റപ്പ് ആയിട്ട് ഓട്ടാ മോനെ. ഇപ്പൊ വണ്ടിയുടെ ലുക്ക് വേറെ ലെവലായിട്ട്. ഇത് നമ്മുടെ വണ്ടി എങ്ങോട്ടാ പോയെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ വണ്ടി പോയിട്ട് അത് ഇൻവിസിബിൾ ആയിട്ട് നമ്മുടെ വണ്ടി. ഓക്കെ, നേരത്തെ ഇത് അവൻ തുറക്കാൻ പറ്റുന്നാണ് പറഞ്ഞത്, നമുക്ക് നോക്കാം. ഓട്ടോ മോനെ, റൂഫ് തുറക്കാൻ പറ്റുന്ന ഒരു റോൾസ് റോയ്സ് ആണിത്. പുള്ളി നോക്കട്ടാ മോനെ, ഓ ലക്ഷറി വണ്ടി തന്നെ ഈ സാധനം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി റോൾസ് റോയ്സിൽ നമുക്ക് ലോസ് ഏഞ്ചൽസ് ഫുള്ള് കറങ്ങാം. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇതൊരു ചെറിയ വീഡിയോ ആണ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇത് വാങ്ങിച്ചു എന്നൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ വീടെത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇതിന്റെ
വിശേഷങ്ങൾ നമ്മൾ നാളെ കൊണ്ടുവരും. നാളെ നമുക്ക് കാണിച്ചു തരാം ഗൈസ്. എന്തായാലും ഇതിൽ ഇനിയിപ്പോൾ കാണിക്കില്ലേ. അയ്യോ, നമുക്ക് വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് വേ പോയിന്റ് സെറ്റ് ചെയ്യാം. ഓ ഇതിനി ഇന്ന് നമുക്ക് കഴിക്കാമല്ലോ ഈ വണ്ടി. നമുക്കൊന്ന് കാർ വാഷിലൊന്ന് കൊണ്ടുപോകാം. അതാണ് ഇതിലൊട്ടും എന്താ പറയാ അയ്യോ ഇത് ഭയങ്കര ചെളിയായിരിക്കുമല്ലോ. കാരണം ഇത് അവൻ ഗ്യാരേജിൽ ഇട്ടതാണ്. കഴുകിയൊന്നുമില്ല, ഡയറക്റ്റ് ഗ്യാരേജിൽ നിന്ന് അവൻ്റെ അടുത്ത് ഇട്ടോന്നാന്ന് പറഞ്ഞേ. കാരണം ഇന്ന് കാലത്ത് തന്നെ ഇറക്കി പോയി വണ്ടി സ്ക്രാച്ചായ. ഓ ഇതെന്തായാലും ശരിയാക്കില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ലടാ. റോൾസ് റോയ്സാ. പിന്നെ നമ്മള് പിന്നെ ഒരു നല്ല ആളായതുകൊണ്ട് അവരുടെ നിന്നൊന്നും പൈസ കണ്ട അവനൊന്നും ചെയ്യില്ല. കാരണം റോൾസ് റോയ്സാ. അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി ഷോ ഓഫ് ഒക്കെ ഇടാം. വീണ്ടും ലോസ് ഏഞ്ചൽസ് കസ്റ്റമിലോട്ട് തന്നെ പോവാം. കാരണം എന്താ പറയാ, കാരണം എന്താ വേറൊന്നുമില്ല. എനിക്കിത് വണ്ടി ശരിയാക്കണ്ടേ. കാരണം എന്റെ വണ്ടി കേടായി. വണ്ടിമേ സ്ക്രാച്ച് വരച്ചു. ഈ വഴിയാണ്. ഈ വണ്ടിക്ക് ചെറുതായിട്ട് ബ്രേക്ക് കുറവുണ്ട്. ബ്രേക്ക് ഒന്ന് നമുക്ക് സെറ്റ് ആക്കാം. ഇപ്പൊ വണ്ടി ശരിയാക്കണത് എന്റെ കൂടെ. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും വണ്ടി ശരിയാക്കിയതിന് ശേഷം കാണാം. നമ്മുടെ വണ്ടി ശരിയാക്കിയതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ ബൈ ഗൈസ്. പിന്നെ നമ്മളെ ഇതിന്റെ റൂഫിന്റെ കളറും കൂടെ മാറ്റി. നമുക്ക് റൂഫിന്റെ കളർ ഒന്ന് നോക്കിയാലോ. റൂഫിന്റെ കളർ എന്തായാലും നമുക്കിത് മേലേക്ക് ആക്കാം. ഓക്കെ അതെ സാധനം മേലേക്കുണ്ട്. കളർ നിങ്ങള് അയ്യോ കണ്ട കളർ നമ്മളൊരു ബ്ലൂയിഷ് വണ്ടി ഓടുമ്പോ ഇത് എന്തായാലും താഴ്ത്തില്ല. അപ്പൊ നമുക്ക് കണ്ടാലോ. ഇതാണ് ഇതിന്റെ കളർ. കൊള്ളാല്ലേ, കുഴപ്പമൊന്നുമില്ല. ഈ കളർ ഇപ്പൊ മതി. മറ്റേ കളർ ഒട്ടും രസം ഉണ്ടായില്ലേ. അതുകൊണ്ട് ഞാൻ കളർ അങ്ങോട്ട് മാറ്റിയ. ഓക്കെ നമ്മൾ ട്രാൻസ്മിഷനും കൂടെ ഇത് മറ്റേ ഇതാക്കി. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഇനി കാറൊന്ന് കഴുകാം നമുക്ക്. എന്നിട്ട് നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. തിരിങ്ങിലും ലെങ്ത് ആവണ്ട വീഡിയോ. നല്ല ഇതിൻ്റെ ഒരു ഇത് വേഗം വണ്ടി സ്പീഡാക്കാം. സെറ്റ് സ്പീഡ്, അടിപൊളി സ്പീഡാക്കാം. അയ്യോ പിന്നെ ബ്രേക്കൊക്കെ സെറ്റാക്കി. പോടാ ഗൈസ്. പിന്നെ ഈ GTA നമ്മൾ ഹോൺ അടിക്കുമ്പോ അവർക്ക് ഇഷ്ടല്ലേ പറഞ്ഞ. പിന്നെ റോൾസ് റോയ്സിന്റെ ആൾക്ക് സിഗ്നല് പിന്നെ അല്ല. ഇത് പിന്നെ നമ്മള് മറ്റേ ഹാൻഡ് ബ്രേക്ക് ഇട്ടതാട്ടോ. അതുകൊണ്ടാ നിക്കായിരുന്നു. ഇവിടെ ഒന്ന് മാറപ്പനൊക്കെ എന്താണ് വണ്ടിയും കൊണ്ട് എഴഞ്ഞെഴഞ്ഞ് നടക്കുന്നത്. ഇത് എന്താണ് വണ്ടി ഓടിക്കാൻ അറിയാത്തമാരുടെ കയ്യിലൊക്കെ വണ്ടി കൊണ്ട് കൊടുത്തിക്കണം. പൊന്നെ. പിന്നെ ഈ വണ്ടിക്ക് ഒരു ചെറിയ സ്ക്രാച്ച് വന്നപ്പോ നേരത്തെ ഞാൻ ശരിയാക്കിയപ്പോ എന്റെ ഏകദേശം 24,000 രൂപ പോയി ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ പൊട്ടത്തരം പറയണ്ടാണ്. $24,000 എന്റെ കയ്യിൽ നിന്ന് പോയി. $24,000 അതിന് തള്ളിയതാണ്. ഒന്നും പോയില്ല. അയ്യോ എന്തിനാടാ എന്റെ അടുത്ത്. ഓ വണ്ടി വണ്ടി പോയാ എന്താ കണ്ണ് പറയില്ല. പിന്നല്ല മരക്കൊന്നും കടാ വീണ്ടും ഇടിച്ചു. പച്ചമടി പിള്ളേരുണ്ട് പോയാ ചെയ്യും. അപ്പൊ ഗൈസ് നമ്മുടെ കൂട്ടുകാരന്റെ ഒരു ഗ്യാരേജ് ഉണ്ട്. അവിടെ കൊണ്ടുപോയി നമുക്ക് ശരിയാക്കാം. ഫ്രീ ആയിട്ട് നമ്മുടെ സ്ക്രാച്ച് ഒക്കെ മാറ്റി തരും. അതെ നമുക്ക് ഇതെന്തായാലും അടിച്ചു കളയാം. നമുക്ക് ഇതൊന്നും കാണണ്ട. അപ്പൊ നമ്മള് കൂട്ടുകാരനെ അങ്ങോട്ട് പോയി ശരിയാക്കിട്ട് വരാം. വേണ്ടി ഇത് ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്ക് എന്തായാലും ആ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് ശരിയാക്കിട്ട് കാണാം ഗൈസ്. നമുക്ക് കൂട്ടുകാരനെ അങ്ങോട്ട് പോയിട്ട് ശരിയാക്കിട്ട് വരാം. അപ്പൊ ഗൈസ് നമ്മുടെ ഫ്രണ്ട് ഇത് ഫ്രീ ആയിട്ട് ശരിയാക്കിയെന്നു അവൻ പറഞ്ഞ് വിളിച്ച് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഇതേ ആ കാർ വാഷിന്റെ ബാക്കിൽ തന്നെയാണ് നമ്മളത് അവന്റെ കട. അപ്പൊ ഗൈസ് നമുക്ക് വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇവന്മാരൊക്കെ ഒരു ദിവസം നോക്കിക്കോ. ഇവന്മാര് റോൾസ് റോയ്സ് ആണെന്ന് കണ്ടിട്ട് ഒരു ചുക്കില്ലടാ. ഇവന്മാർക്ക് കൊണ്ടത് കേറ്റിയാണെന്നേ.
നമ്മളൊന്നും പറയാത്തോണ്ട പിന്നെ നമ്മുടെ അടുത്താ പിന്നെ അവരെ നമ്മളൊന്നും അറിയില്ല. നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയ ഫ്രാങ്ക്ലിൻ ആരെന്ന് അവർക്ക് മനസ്സിലാ. വഴി തെറ്റല്ലേ ഈ വഴിയാണ് നമ്മുടെ വീട്ടിലോട്ട്. എടാ ഇവനെന്താ കണ്ണും ചെവിടൊന്നും ഇല്ലേ? അല്ല പിന്നെ വണ്ടി 1000-2000 രൂപയുടെ നല്ലത്. ഭയങ്കര വിലയുള്ള വണ്ടി ഇത്. നമുക്ക് എന്തായാലും ഇത് നമ്മുടെ സ്പോർട്സ് കാർ എവിടെയാ? നമ്മുടെ മറ്റേ വണ്ടി. അയ്യോ അത് ഇവിടെ എത്തിയിട്ടില്ലേ. നമുക്ക് എന്തായാലും ഈ വണ്ടി പുറത്തോട്ടിടാം. മറ്റേ വണ്ടി എന്തായാലും ഇവിടെ വന്നോളും. ഓക്കെ നമുക്ക് എന്തായാലും ഇങ്ങനെ ഉള്ളിലോട്ട് കയറ്റാം. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തൊട്ടടുത്താണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയെന്താണ്. നമ്മുടെ മറ്റേ വണ്ടി ഇതേ ഇവിടെ ഇടാം. നമ്മളുടെ ഈ വണ്ടി ഇതേ നമുക്ക് ഇങ്ങോട്ട് കയറ്റാം. അപ്പോൾ ബൈ ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയെന്താണ്. അപ്പൊ ഗൈസ് ഓക്കെ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ എന്താ പറയുക, ഇതിന്റെ സ്പീഡും ഇതിന്റെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരാം ഗൈസ്. അപ്പൊ മറ്റേ നിഷാൻ GT-R R34 പോലെ തന്നെ ഇതിന്റെ ഇതൊക്കെ ടോപ്പ് സ്പീഡൊക്കെ നോക്കാം ഗൈസ്. അപ്പൊ ബൈ ഗൈസ്.